തിരുവനന്തപുരത്ത് പൂവാർ മുതൽ പൂന്തുറ വരെ തീരമേഖലയിൽ കടൽ കയറിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി അനുരാഗ് ചേരുന്നുണ്ട്. അനുരാഗ്, വിശദാംശങ്ങൾ. പൂവാർ മുതൽ പൂന്തുറ വരെയുള്ള തീരമേഖലയിലാണ് കടൽ കരകയറിയിരിക്കുന്നത്. ചിലയിടങ്ങളിൽ ഈ തീരദേശത്തുള്ള വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറിയിട്ടുണ്ട്. അതിനൊപ്പം കടകളിലേക്കും റോഡുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. കോവളത്തും ഈ കരയിലേക്ക് കടൽ കയറിയിട്ടുണ്ട്. ഇവിടെ സഞ്ചാരികൾക്ക് കടലിൽ ഇറങ്ങുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അധികൃതർ. കള്ളക്കടൽ എന്ന പ്രതിഭാസമാണ് കരയിലേക്ക് കടൽ കയറാനുള്ള കാരണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. 3 ദിവസം വരെ ഇത് നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഈ പ്രതിഭാസം ഉണ്ടാകുന്നത്. 3 ദിവസം വരെ ഇത് നീണ്ടു നിൽക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യത ഉള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതർ നിർദ്ദേശം നൽകുകയാണെങ്കിൽ മാറി താമസിക്കണം. അതിനൊപ്പം മത്സ്യബന്ധന യാനങ്ങൾ, ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി തന്നെ കെട്ടിയിട്ട് സൂക്ഷിക്കണം. അത് വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് ഇത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാൻ സഹായിക്കും. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ കൂടി ഉറപ്പാക്കേണ്ടതുണ്ട്. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്ന നിർദ്ദേശം കൂടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഉയർന്ന തിരമാലകൾ ചിലയിടങ്ങളിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബീച്ചിലേക്ക് ഇന്ന് അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ പോകുന്നത് അപകടം ക്ഷണിച്ചു വരുത്തുന്നത് പോലെയാകും. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ബീച്ചുകളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കേണ്ടതുണ്ട്. ചിലയിടങ്ങളിൽ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കരയിലേക്ക് വെള്ളം കയറുമ്പോഴും ചിലർ അത് ആസ്വദിക്കാൻ അവിടേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതെന്തായാലും പൂർണ്ണമായും ഒഴിവാക്കണം എന്നുള്ളതാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം ഉയർന്ന തിരമാലയാണ്. ഏത് രീതിയിലായിരിക്കും അത് കരയിലേക്ക് അടിച്ചു കയറുക എന്നുള്ളത് നമുക്ക് പ്രവചിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ ഒരു സാഹചര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ കടലിലേക്ക്, ബീച്ചുകളിലൊക്കെ തന്നെയും കുളിക്കാൻ ഇറങ്ങുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശമാണ് അധികൃതർ നൽകിയിരിക്കുന്നത്. ശരി, അനുരാഗാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് പൂവാർ മുതൽ പൂന്തുറ വരെയുള്ള തീരമേഖലയിൽ കടൽ കയറിയിട്ടുണ്ട്. ഒപ്പം തന്നെ തൃശൂർ ജില്ലയുടെ തീരമേഖലകളിലും കടൽക്ഷോഭം ഉണ്ടായിട്ടുണ്ട്. വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, ആലപ്പുഴയിലും തിരുവനന്തപുരത്തും സമാന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തൃശൂരിലും ജാഗ്രതാ നിർദ്ദേശം ഇത് സംബന്ധിച്ച് നൽകിയിട്ടുണ്ടോ? രൂക്ഷമായ കടലേറ്റം തൃശൂരിന്റെ തീരമേഖലയിൽ അനുഭവപ്പെട്ടത്. പ്രധാനമായും കൂടുതലായി വെള്ളം കയറിയിട്ടുള്ളത് പെരിഞ്ഞനം, കയ്പമംഗലം പ്രദേശങ്ങളിലെ ബീച്ചുകളിലാണ്. പെരിഞ്ഞനം സമിതി ബീച്ചിലും കയ്പമംഗലം കമ്പനിക്കടവ് ബീച്ചിലും വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെ പലയിടത്തും കടൽ ഭിത്തിയും കടന്ന് വെള്ളം ഉള്ളിലേക്ക് അടിച്ച് പ്രദേശത്തേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. തീരപ്രദേശത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ വീടുകളുടെ മുറ്റത്തും പുരയിടങ്ങളിലും എല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. ഉച്ച മുതലാണ് കൂടുതലായി വെള്ളം കയറാൻ തുടങ്ങിയത്. ഇതിനിടെ പെരിഞ്ഞനത്ത് വരാഹം എന്ന ഒരു മത്സ്യബന്ധന ഗ്രൂപ്പുണ്ട്. ഇവരുടെ മത്സ്യബന്ധന വല ഈ വെള്ളം അടിച്ചു കയറിയതിനിടയിൽ മണ്ണും വെള്ളവും കൂടി അടിച്ചു കയറിയ വല തകർന്നിട്ടുണ്ട്. പക്ഷെ വളരെ വേഗം തന്നെ മറ്റ് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ മറ്റു വള്ളങ്ങളും മത്സ്യബന്ധന ഉപകരണങ്ങളും എല്ലാം തൊഴിലാളികൾക്ക് വളരെ വേഗം ഈ തീരമേഖലയിൽ നിന്നും കുറച്ച് ഉൾഭാഗത്തേക്ക് നീക്കാൻ സാധിച്ചതുകൊണ്ട് തന്നെ മറ്റ് നാശനഷ്ടങ്ങളെല്ലാം ഒഴിവായിട്ടുണ്ട്. മറ്റ് ആളപായങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും അധികൃതർ കാര്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടലിലേക്ക് ആരും ഇറങ്ങരുതെന്നുള്ള മുന്നറിയിപ്പ് ഇവിടെയുണ്ട്. വെള്ളം മറ്റ് വലിയ തിരമാലകൾ അടിച്ചുള്ള മറ്റ് ബുദ്ധിമുട്ടുകൾ ഇതുവരെ ഉണ്ടായതായി റിപ്പോർട്ട് വന്നിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ആവണി, തിയോഫിൻ, തൃശ്ശൂരിലും ഇപ്പോൾ കടൽക്ഷോഭം രൂക്ഷമാണെന്നുള്ളൊരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ തിയോഫിൻ നൽകിയ വിവരത്തിൽ നിന്നും മറ്റൊരു വിവരം കൂടി പങ്കുവയ്ക്കാനുണ്ട് ആവണി. അതോടൊപ്പം ഈ കയ്പമംഗലത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കമ്പനിക്കടവ് എന്ന പ്രദേശത്ത് ഉച്ചയ്ക്ക് മുൻപായി കടൽ ചുഴലി എന്നൊരു പ്രതിഭാസം രൂപപ്പെട്ടതായി മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞിട്ടുണ്ട്. അതും ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ടായതാകാം എന്നാണ് കരുതുന്നത്. അതിനുശേഷമാണ് വെള്ളം കയറുന്ന സംഭവം ഉണ്ടായത്. ആവണി, ശരി, ആലപ്പുഴയിലും തിരുവനന്തപുരത്തും തൃശ്ശൂരിലും രൂക്ഷമായ കടലാക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശത്താണ് കടലാക്രമണം. തിരുവനന്തപുരത്ത് പൂവാർ മുതൽ പൂന്തുറ വരെ തീരമേഖലയിൽ കടൽ കരകയറിയിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയുടെ തീരമേഖലയിലും കടൽക്ഷോഭം ഉണ്ടായിട്ടുണ്ട്. വിശദാംശങ്ങളാണ് ഷാജഹാനും അനുരാഗും തിയോഫിനും നൽകിയത്.